പാകം ചെയ്ത കാച്ചിലിന്റെ ആവി പറക്കുന്ന കഷണങ്ങൾ പ്ലേറ്റിൽ കിടക്കുന്നു. അവയുടെ മൃദുവായ തകർന്ന ഘടന എന്നെ ആകർഷിച്ചു. ചിരകിയെടുത്ത തേങ്ങ കൊണ്ട് അലങ്കരിച്ച അതിന്റെ ലാളിത്യം വീടിനെയും പൈതൃകത്തെയും കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഗ്രേറ്റർ യാം എന്നറിയപ്പെടുന്ന കാച്ചിൽ കേരളത്തിലെ ഒരു പ്രിയപ്പെട്ട കിഴങ്ങുവർഗമാണ്. കാച്ചിൽ മുകളിലേക്ക് പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണ്. നല്ല നീർവാഴ്ചയുള്ള മണ്ണിലും ഊഷ്മളമായ ഈർപ്പമുള്ള കാലാവസ്ഥയിലും ഇത് തഴച്ചു വളരുന്നു. ഒരു വർഷം മുമ്പ് ഈ ശ്രദ്ധേയമായ കിഴങ്ങ് എന്റെ വീട്ടുമുറ്റത്ത് നടാൻ ഞാൻ തീരുമാനിച്ചു. കാച്ചിലിന്റെ ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം നട്ടുപിടിപ്പിച്ചു. വിളവെടുപ്പ് ദിവസം അടുത്തപ്പോൾ ഒരു ഇലാങ്കി ഒരു കനത്ത ഇരുമ്പു ദണ്ടുമായി ഉത്സാഹവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ ഇന്ന് ചെടിയുടെ അടുത്തെത്തി. താഴെ കുഴിച്ചിട്ടിരിക്കുന്ന കാച്ചിലിന്റെ വലിപ്പം തടിച്ച തണ്ട് സൂചിപ്പിക്കുമ്പോൾ പ്രതീക്ഷയുടെ ആവേശം അനുഭവിച്ച് ഞങ്ങൾ ആകാംക്ഷയോടെ ചെടിക്ക് ചുറ്റും കുഴിച്ചു. വിലയേറിയ കിഴങ്ങുവർഗത്തിന് കേടുപാടുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ അപാരമായ വലിപ്പം ക്രമേണ വെളിപ്പെടുത്തി. അത് എളുപ്പമായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ചിരിച്ചും മല്ലടിച്ചും ആ പ്രക്രിയയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഇത് ക്ലിയർ ആവാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതിന്റെ അത് കാണാൻ വേണ്ടിട്ട്. അത് പോട്ടെ, പക്ഷെ ഇത്ര വലിയ സാധനം നമ്മുടെ കയ്യിലില്ലേ? നിധി നിധി ആഴത്തിൽ കുഴിക്കുമ്പോൾ ഈ കാച്ചിൽ സാധാരണക്കാരനല്ലെന്ന് കൂടുതൽ വ്യക്തമായി. അത് വളരെ വലുതായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകളെ ഏറെക്കുറെ തെറ്റിച്ചു. ഒടുവിൽ ഞങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം വിജയത്തിന്റെ നിമിഷമെത്തി. അവസാനത്തെ ഒരു തള്ളൽ കൊണ്ട് ഞങ്ങൾ കാച്ചിലിനെ മണ്ണിൽ നിന്നും മോചിപ്പിച്ചു. അതിന്റെ വലിയ വലിപ്പം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഞങ്ങളുടെ ശ്രമങ്ങൾ പെട്ടെന്ന് തന്നെ ആവേശകരമായ ഒരു വെല്ലുവിളിയായി മാറി. ഒടുവിൽ വിജയത്തിന്റെ നിമിഷമെത്തി. കൂറ്റൻ കാച്ചിലിനെ ഞങ്ങൾ മണ്ണിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ വിസ്മയത്തിന്റെ ഒരു കൂട്ടായ നിശ്വാസം ഞങ്ങൾക്ക് ചുറ്റും പ്രതിധ്വനിച്ചു. അത് ഭീമാകാരമായിരുന്നു. ഞങ്ങൾ സങ്കല്പിച്ചതിലും വളരെ വലുതായിരുന്നു. അത് ഉയർത്തുമ്പോൾ ശുദ്ധമായ ഭൂമിയുടെ ഔദാര്യത്തിന്റെ ഒരു കഷ്ണം എന്റെ കൈകളിൽ പിടിക്കുന്നതായി തോന്നി. കാച്ചിൽ വെറുമൊരു വിളയല്ല, ജീവിതത്തിലെ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ സ്നേഹത്തോടെ വളർത്തിയെടുക്കുന്നത് അസാധാരണമായ നിധികളായി മാറുമെന്ന ഓർമ്മപ്പെടുത്തലാണിത്. അതിയായ വിശപ്പ് പോലും ശമിപ്പിക്കാനുള്ള കഴിവിനും പേരുകേട്ടതാണ് കാച്ചിൽ. സ്ഥിരോത്സാഹത്തിന്റെയും പ്രകൃതിയുടെ സമൃദ്ധിയുടെയും പ്രതീകമാണ്. ഇതിന്റെ തനതായ രുചിയും വൈവിധ്യവും കേരളത്തിലുടനീളമുള്ള വീടുകളിൽ ഇതിനെ പ്രധാന ഘടകമാക്കി മാറ്റി. കാച്ചിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പോഷക സമൃദ്ധമായ കിഴങ്ങാണ്. തിളപ്പിച്ചതോ ആവിയിൽ വേവിച്ചതോ ആയ കിഴങ്ങുകൾ നേരിട്ട് കഴിക്കാം. ഇത് ഊർജത്തിന്റെ സമ്പന്നമായ ഉറവിടമാണ്. വിവിധ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റുകളാൽ സമ്പന്നമാണ്. കൊഴുപ്പ് കുറവാണ്. നാരുകൾ നിറഞ്ഞതാണ്. കാച്ചിലിലെ ഡയറ്ററി ഫൈബർ മലബന്ധം ഒഴിവാക്കുന്നു. കുടലിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അണുബാധകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഹൃദയ സിസ്റ്റത്തിലെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുന്നു. ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാൽസ്യം, മാഗ്നീഷ്യം എന്നിവ ഉള്ളതിനാൽ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നു. പേശിവലിവ് തടയുന്നു. ഇങ്ങനെ എണ്ണമറ്റ ഗുണഗണങ്ങൾ അടങ്ങിയിരിക്കുന്നു കാച്ചിലിൽ.